അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചോ ഞാൻ ഒന്നും പറയില്ല. എന്താ പറയാ, കള്ളത്തരം പറയാൻ മാത്രമേ പ്രശ്നമുള്ളൂ. നല്ലത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. വെറും കള്ളത്തരം എന്നല്ലാണ്ട് വേറെ എന്താ നല്ല കാര്യം ഒന്നും പറയുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നുമില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഈ പെൻഷൻ കൂട്ടിയതൊക്കെ തട്ടിപ്പാണ്. തട്ടിപ്പൊന്നുമല്ല, അതുള്ളത് തന്നെയാണ്, അത് കിട്ടും ചെയ്യും. ഉറപ്പുണ്ട്, ഉറപ്പുണ്ണിയാ, അതിന്റെ യാതൊരു ഇതും ഇല്ല. ഇന്നത്തെ സ്ഥിതിക്ക് രാഷ്ട്രീയം പറയും. അതെന്താ അത്ര ഉറപ്പെന്താ? അങ്ങനെ ഉറപ്പിച്ചാല് ഒരു സർക്കാരും ചെയ്യാത്താണ് ഈ സർക്കാർ ചെയ്യുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്നാ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. ആ മുഖ്യമന്ത്രി ഉള്ളതിന്റെ പേരിലാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയും കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആര് തരാണ്? അങ്ങനെ നാട്ടുവണ്ടി യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ ഒളവണ്ണ പഞ്ചായത്തിലേക്ക് എത്തുകയാണ് നാട്ടുവണ്ടി. ഒളവണ്ണയിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ വളരെ മനോഹരമായ രസകരമായ ഒരു സ്ഥലത്താണ് വന്നു ചേർത്തിരിക്കുന്നത്. ഒരു വയോജന പരിപാലന കേന്ദ്രം, അതായത് നമ്മുടെ പകൽ വീട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ പകൽ വീട്ടിലാണ്. ഈ പകൽ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെ പകൽ വീടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതായത് പകൽ വീടെന്ന ആശയം സംസ്ഥാന വ്യാപകമായി തുടങ്ങിയത് ഒളവണ്ണയിൽ നിന്നായിരുന്നു. അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരുപാട് അപ്പാപ്പന്മാരൊക്കെ ഇങ്ങനെ നമ്മുടെ ചുറ്റും നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് വളരെ രസകരമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അവർക്ക് ഒരുമിച്ചിരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ ഒരിടം, ഒപ്പം തന്നെ ആരോഗ്യ സംരക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവരുടെ ഇടയിൽ അവരോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നാട്ടുവണ്ടി യാത്ര തുടരാം. എന്താ പേര്? എല്ലാ ദിവസവും വരാറുണ്ടോ ഇവിടെ? എങ്ങനെയുണ്ട്? നല്ലതുണ്ട്. നല്ലതാണോ? ഇവര് പഞ്ചായത്തിലോടൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി തരാറുണ്ടോ? ഓ, എല്ലാ കാര്യങ്ങളും. ഒളവണ്ണ പഞ്ചായത്തിനെ നിങ്ങൾക്ക് അറിയും. ശാരദി നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാൾ കൂടിയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ കേന്ദ്രം? എങ്ങനെയുണ്ട്? ഉഷാറന്നെ. പക്ഷെ വരുമ്പോ ഒരു രസമല്ലേ? വരുമ്പോ ഇവിടെ ഒന്നിച്ചിരുന്നിട്ട് പല കഥകൾ പറയുമ്പോൾ നമുക്കൊരു രസമാണ്. ഞങ്ങളിവിടെ നിന്നിക്കാണെങ്കിൽ ഞങ്ങളെ പ്രസിഡന്റും ഞങ്ങളെ വാർഡ് മെമ്പറും ഉഷാറാണ്. കാരണം ഓരോ എടുക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കണൊക്കെ. ഇവിടെ വന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുമോ? എക്സസൈസ് ചെയ്യും, ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. പിന്നെ ഡാൻസ് ഞങ്ങൾ പഞ്ചായത്തിലും എല്ലായിടത്തും പോയി ഡാൻസ് കളിക്കാം. തുമ്പിവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലിനിലകളിൽ ആഴത്തിൽ തൊട്ടുവരാം. 5 മണിയായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാൻ തോന്നൂല. നമ്മുടെ ശാരദി ജില്ലയിൽ വരാറുണ്ടോ? ഓ, എപ്പോ വിളിച്ചാലും വരും. ഞങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ വരും. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും കൂടെ കൂടി ഒരു നേരം കൊണ്ട് വന്നില്ലെങ്കിൽ സമാധാനക്കേടാണ്. ഇവിടെ നല്ല ഉഷാറാ. 4 മണിയായ എവിടെ മരിച്ച വീട്ടിലായാലും വണ്ടിയില്ല, അവിടെ എത്തണം. എങ്ങനെയാ പൊതുവെ സർക്കാരിനെ കുറിച്ചുള്ള, സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പൊ എന്താ തോന്നുന്നേ? നമുക്ക് ഉഷാറായിട്ട് പോകാൻ പറ്റും. മൂന്നാമതും വരുമെന്ന് തോന്നുന്നുണ്ടോ? മൂന്നാമതും വരും. വരും. അതിൽ മാറ്റമൊന്നുമില്ല. ഒരു മാറ്റമില്ല. നമ്മുടെ സർക്കാരിന് അധികാരത്തിൽ വരണം. സർക്കാരിൻ്റെ അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും കിട്ടുന്നത്. പെൻഷൻ കിട്ടുന്ന മുടങ്ങാതെ മറ്റുള്ള കാര്യങ്ങൾ ഔഷധം വരുന്നുണ്ട്. പിന്നെ പകൽ വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ സഹായം കിട്ടുന്നുണ്ട്. എല്ലാ സഹായം കിട്ടുന്നുണ്ട്. സർക്കാർ തന്നെ നിലനിൽക്കണം. അതാണ് നമ്മളെ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഈ പെൻഷൻ കൂട്ടിയതൊക്കെ തട്ടിപ്പാണ്. തട്ടിപ്പൊന്നുമല്ല, അതുള്ളത് തന്നെയാണ്, അത് കിട്ടും ചെയ്യും. ഉറപ്പുണ്ട്, ഉറപ്പുണ്ണിയാ, അതിന്റെ യാതൊരു ഇതും ഇല്ല. മൂന്നാമതും വരണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. വന്നിട്ടാണെങ്കിലാണ് അതിൻ്റെ ഗുണങ്ങൾ. ഇപ്പം ഞങ്ങളുടെ 3 ആർക്കും കിട്ടുന്നുണ്ടല്ലോ, അത് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കണം. നല്ല ഭരണമാണ്, നല്ല ജനങ്ങൾക്ക്. നമ്മളൊക്കെ ഒരു പണിയില്ലാതെ മൂലൊക്കെ കുത്തിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ ഈ പൈസ കിട്ടാറുണ്ട് ഭയങ്കര കിട്ടല. നിധി കിട്ടണമാതിരി അപ്പൊ കിട്ടണത്. ആരോടും ചോദിക്കണ്ട. എനിക്കും ഭാര്യയൊക്കെ ഉണ്ട് പെൻഷൻ. അതിനെ കൊണ്ടപ്പോൾ നമ്മൾ ജീവിച്ചു പോണ്. നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്നാ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. ആ മുഖ്യമന്ത്രി ഉള്ളതിന്റെ പേരിലാണ് നമുക്ക് ഇതൊക്കെ കിട്ടിയും കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആര് തരാണ്? വാർഡ് മെമ്പർ നല്ല സൂപ്പറാണ്. അപ്പോൾ ദൂരത്തൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ കപ്പലിലൊക്കെ പോയി കപ്പലിലൊക്കെ ഡാൻസ് ഇഷ്ടപ്പെട്ട് ലുലുമാളിൽ പോയി. ഞങ്ങള് എറണാകുളം ചില്ലറ കളിയല്ല. അതിനെക്കൊണ്ട് നല്ല ഉഷാറാണ്. പിന്നെ ഇവിടെ വന്നിട്ട് യോഗ ചെയ്തപ്പോൾ നല്ലൊരു ഉഷാറാണ്. എല്ലാവരിലും നല്ല മാറ്റമുണ്ട്. ഇവരുടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള അവസരങ്ങളാണ് വരല്. പിന്നെ എല്ലാവർക്കും ഓരോ അസുഖങ്ങളായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ലാതെ
എന്നും ഡാൻസും പാട്ടായിട്ടും പോകുന്നതാണ്. ഇവർക്ക് മൊത്തത്തിലൊരു വൈബാണ്. വൈബാണ്. 6 മണി ആവണം ഇവിടുന്ന് പോവണമെങ്കിൽ. പോവാൻ തോന്നൂല അല്ലേ? ഇല്ല ഉഷാറാണ് മൊത്തത്തിൽ. ഉഷാറാണ് മൊത്തത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകാൻ തോന്നുന്നില്ല. കാരണം ഈ അമ്മമാരും ഈ അച്ഛന്മാരൊക്കെ നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നു. പരസ്പരം എത്രയോ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ് അവരെല്ലാവരും. എല്ലാ വിഷമതകളും മാറ്റിവെച്ച് ഒരുമിച്ച് ഒത്തുചേർന്ന് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരിടം. ഒരുപക്ഷെ നമ്മൾ ഈ വികസനം എന്ന് പറയുമ്പോൾ വലിയ ഒരുപാട് നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഈ മനുഷ്യരുടെ മുഖത്ത് വിരിയുന്ന ചിരിയുണ്ടല്ലോ, അതിനപ്പുറം വലിയ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറയുകയാണ്. നമുക്ക് മറ്റൊരിടത്ത് വീണ്ടും കാണാം. കൂടുതൽ കാഴ്ചകളുമായി നാട്ടുവണ്ടി തുടരുന്നു.